തിരുവനന്തപുരം ആറ്റുകാൽ ദേവി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു. വന്ധ്യതാ ചികിത്സയ്ക്കെത്തിയ വിഴിഞ്ഞം ചപ്പാത്ത കോട്ടുകാൽ സ്വദേശി മഞ്ജുഷയാണ് മരിച്ചത്. മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സുലേഖ ശശികുമാർ വിശദാംശങ്ങളുമായുണ്ട്. സുലേഖ, യുവതിയുടെ മരണകാരണം ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. വിശദാംശങ്ങൾ. ആര്യ, ഇന്നലെയാണ് ഈ യുവതിക്ക് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞത്. വന്ധ്യതാ ചികിത്സയ്ക്ക് 4 വർഷത്തോളമായി ഈ യുവതി ആറ്റുകാൽ ദേവി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇതിനിടയിൽ ഈ യുവതിക്ക് ഉത്രസിൽ മുഴയുണ്ടെന്ന് കണ്ടെത്തുകയും സ്കാനിങ്ങിലൂടെ കണ്ടെത്തിയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ചെയ്യാനുള്ള ഒരു ശസ്ത്രക്രിയ ഇന്നലെയാണ് കഴിഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് യുവതിയുടെ മരണം ബന്ധുക്കളെ അറിയിക്കുന്നത് ഈ ആശുപത്രി അധികൃതർ. കൃത്യമായും വിവാഹം കഴിഞ്ഞ് 8 വർഷത്തോളമായി. അതിനുശേഷം ഈ ഒരു വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി 4 വർഷത്തോളമായി ഈ യുവതിയും യുവതിയുടെ ഭർത്താവും ഈ ആറ്റുകാൽ ട്രസ്റ്റിന്റെ ആശുപത്രിയായ ആറ്റുകാൽ ദേവി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ നിലവിൽ 4 വർഷത്തോളമായി ചികിത്സയിൽ കഴിയുന്ന യുവതി യുവതി ചികിത്സ തേടിയിരുന്ന ഡോക്ടർ വിദേശത്താണ് ഉള്ളത്. ഈ ഡോക്ടറിന്റെ കീഴിലുള്ള ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. അങ്ങനെയാണ് ഈ ഒരു യുവതിയുടെ മരണം ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള പിഴവ് ചികിത്സയിൽ സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സർജറി ഇന്നലെയാണ് കഴിഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ അടക്കം യുവതിയോട് സംസാരിച്ചവരുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതിനുശേഷം പെട്ടെന്നൊരു നിമിഷത്തിൽ കാല് കുഴഞ്ഞ് യുവതി വീഴുകയായിരുന്നു. പിന്നീടാണ് ഈ ഡോക്ടർമാർ യുവതി മരിച്ചു എന്നുള്ള കാര്യം ബന്ധുക്കളെ അറിയിക്കുന്നത്. ബ്ലഡ് ക്ലോട്ടായി ലങ്സിൽ കയറി, ശ്വാസകോശത്തിൽ ബ്ലഡ് ക്ലോട്ടായി കയറി എന്നാണ് ഈ ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറയുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. നിലവിൽ സംഭവത്തിൽ ഫോർട്ട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ യുവതിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഇവിടെ എത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര നടപടികൾ അടക്കം നടക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ പിഴവാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആശുപത്രിക്കെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കോവിഡ് സമയത്തടക്കം വലിയ രീതിയിലുള്ള പൈസ വാങ്ങിയിട്ടുള്ള ചികിത്സ നടത്തിയെന്നതടക്കമുള്ള കേസുകൾ ഈ ആശുപത്രിക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ഈ ചികിത്സാ പിഴവ് ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവ് നടന്നിരുന്നു. 35ഓളം വരുന്ന ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. ഈ യുവതിക്ക് 40 വയസ്സ് പ്രായം വരുന്ന യുവതിയാണ്. എന്തായാലും നിലവിൽ ഫോർട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.